പെസഹ കടന്നുപോകൽ എന്നർത്ഥമാക്കുന്ന ഈ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയായിട്ട് പഴയ നിയമത്തിൽ പെസഹ ആചരണം നമ്മൾ വായിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പെസഹ കുഞ്ഞാടായ യേശുവിൻ്റെ അറുക്കപ്പെടലിന് അല്ലെങ്കിൽ കുരിശുമരണത്തിന് മുമ്പ് ഈ പെസഹ ആചരിക്കാൻ അവിടുന്ന് ഏറെ ആഗ്രഹിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടൊപ്പം പെസഹ ആചരിക്കുമ്പോൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന വിമോചനം സാധ്യമാക്കുകയും ചെയ്യുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടെത്തുന്നു. സ്നേഹത്തിൻ്റെ ശാശ്വതമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസവും കൂടിയാണല്ലോ പെസഹ. കൂടെ ആയിരിക്കാൻ അപ്പമായവൻ. തന്നെ ഒറ്റിക്കൊടുത്തവൻ്റെയും തള്ളിപ്പറയാനിരിക്കുന്നവൻ്റെയും ചിന്തകളെയും ചെയ്യാനിരിക്കുന്ന പ്രവൃത്തികളെയും വ്യക്തമായി അറിഞ്ഞിട്ടും ആരെയും ഒഴിവാക്കാത്ത, പാദം കഴുകിയും അപ്പം മുറിച്ചു കൊടുത്തും കൂടെ നിർത്തുന്ന സ്നേഹം. ഇത് ലോകചരിത്രത്തിൽ ആരും അന്നേ വരെ കണ്ടിട്ടില്ലാത്ത, എന്നാൽ മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ഗുണമാണ്, അല്ലെങ്കിൽ ഒരു ജീവിതചര്യയാണ്. തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കാണിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങളുടെ എല്ലാം മാതൃക അവസാനം അന്ത്യ അത്താഴത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പെസഹ ആചരണം ഇന്ന് എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളും ഒരു ആഘോഷമാണ്. ഒരു സൗഹൃദത്തിൻ്റെ, സ്നേഹ കൂട്ടായ്മയുടെ, പങ്കുവെക്കലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, ഒരു കൂട്ടായ്മയുടെ ഓർമ്മ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയാണ് ഇന്ന് നമ്മുടെ വീടുകളിലും വ്യക്തിജീവിതത്തിലുമൊക്കെ ഈ പെസഹ. നമുക്ക് ഈ പെസഹ നാളിൽ നിൽക്കുമ്പോൾ ചിന്തിക്കാം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ, തള്ളിപ്പറയുന്നവനെ, എനിക്കെതിരെ നിൽക്കുന്നവരെ എനിക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരോട് എനിക്ക് ക്ഷമിക്കാനാവുന്നുണ്ടോ? ഏതെങ്കിലും ബന്ധങ്ങളിൽ ഇന്നും എനിക്ക് വിള്ളലുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഈശോയുടെ വിശുദ്ധ ബലിക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞില്ലേ, അനുരഞ്ജിതരായി തീർന്നതിന് ശേഷം മാത്രം വിശുദ്ധ ബലിയിൽ അർപ്പിക്കണമെന്ന്. അവിടുന്ന് ഇത്രത്തോളം വേദനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്കായി തരുന്നുവെങ്കിൽ ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ, അയോഗ്യതയോടുകൂടി ബലി അർപ്പിക്കുന്നവൻ ശിക്ഷാവിധി ഏറ്റുവാങ്ങിയാണ് ചെയ്യുന്നത് എന്ന്. ഉള്ളിൽ ഒറ്റിക്കൊടുക്കുക എന്ന ചിന്തയോടുകൂടി നടന്ന യൂദാസിലാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ സാത്താൻ പ്രവേശിച്ചു എന്ന് പറയുക. അതായത് അവൻ്റെ ഉള്ളിലേക്ക് ദൈവിക ചൈതന്യം കടന്നു ചെന്നപ്പോഴാണ് അവൻ്റെ ഉള്ളിലുള്ള അന്ധകാര ശക്തി, തിന്മയുടെ ശക്തി അതിനെതിരെ ഉണർന്നെഴുന്നേറ്റത്. കാരണം അതിന് പിന്നീട് പുറത്തു കടക്കാനാവില്ല. ആ ചിന്ത പ്രവൃത്തിയിലേക്ക് വരികയാണ്. പല പ്രാവശ്യം യൂദാസിന് പിന്തിരിയാനുള്ള സാധ്യത ഈശോ കൊടുക്കുന്നുണ്ട്. ഈശോയുടെ കൂടെ നടന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനാവുക? അത് ഈശോയുടെ കൂടെ ആയിരുന്നെങ്കിലും അവൻ്റെ ചിന്താഗതികൾ, അവൻ്റെ ഉള്ള് ലോകമായകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയണം, എൻ്റെ തമ്പുരാനോട് ചേർന്ന് നടക്കുമ്പോഴും ഞാൻ ലോകത്തിൻ്റെ കൂടെ ആണോ, അത് തമ്പുരാൻ്റെ പക്ഷത്താണോ? എനിക്ക് വിള്ളലുകളുണ്ടെങ്കിൽ, അകൽച്ചയുണ്ടെങ്കിൽ എത്രയും വേഗം ഈ പെസഹ നാളിൽ നമുക്ക് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ നീർച്ചാലായ തിരുച്ചോരയാൽ നമ്മുടെ ഹൃദയങ്ങളും കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സ്നേഹത്തിൽ ഒന്നാകാൻ, അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ സാധ്യമാവട്ടെ. ആമേൻ.